ഫ്രണ്ട്സിന് മനസ്സിലാൻ ഡാഷിലേക്ക് പോകും. അപ്പോൾ ഇന്ന് ഞാൻ മേക്കപ്പ് ചെയ്യാന്ന് വെച്ചാൽ വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോൾ അപ്പം അതിന് കാണാൻ ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ വരയൊക്കെ പോലെ നന്നായിട്ട് തൂത്ത് കിട്ടി. ആരെന്ന് പറയുന്നത് നിങ്ങൾ ഉറപ്പായിട്ടും പറയുന്നത് അമ്മയായിരിക്കും അല്ലേ? എന്നാൽ അമ്മയല്ല, ഞാൻ കിട്ടുന്നതെന്ന് പറയുക. എനിക്ക് വര ഇവിടം വരെ കാണാൻ പറ്റും. ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ കണ്ണാടി കൂടും കൂട്ടി ഇവിടെ കണ്ണാടി ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പം നമുക്ക് ചെയ്യാം. സോവിയുടെ കളർബെറിയുടെ ലിക്വിഡ് ഫൗണ്ടേഷനാണ്. ഇതിന് ഒരു 60 ഉള്ളൂ, 60 രൂപ. പിന്നെ പവർ ഓഫിൻ്റെത് പ്രൊഫഷണൽ കോസ്മെറ്റിക് അക്സസറീസിൻ്റെ കൂട്ടത്തിലുള്ളതാണിത്. ഇതിന് ഏകദേശം പൈസ വരുന്നു. രൂപയൊന്നും കൊടുത്തില്ല. കൈ ശകലം ടച്ച് ചെയ്തിട്ട് ഇത് നമുക്ക് കുട്ടികൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ അകത്ത് ലിക്വിഡ് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കുട്ടികൾക്കും ഒരേപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഇത് വീറ്റിഷും ഡസ്കി സ്കിന്നും അകറ്റും. നാച്ചുറൽ കളറാണ് കേട്ടോ. മേടിക്കാൻ ചെയ്യാം. നമുക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ നോക്കിങ്ങനെ ഒരു കുത്തായിട്ട് നോക്കിയിടുക. ഒരുപാട് നടക്കുന്ന കുഞ്ഞ നെറ്റിക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്യും. നമ്മൾ നെറ്റിക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. പിന്നെ നെക്ക് ശകലം അപ്ലൈ ചെയ്യാം. ഇപ്പം എൻ്റെ കുറച്ച് കൂട്ടുകാരികൾ നേരത്തെ പഠനോത്സവത്തിന് വന്നിരുന്നു. എൻ്റെ പൊന്നെ, ശാംപ്രിയൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അവൾക്ക് ഇല്ലേ മിസ് ഈ വന്നില്ല. എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മക്കളാണ് ശാംപ്രിയും പിന്നെ മിശ്രിയും. ശാംപ്രിയും മിശ്രിയും എൻ്റെ അമ്മയുടെ മകളാണ്. അപ്പോൾ അവർ മിശ്രി വന്നില്ല. പക്ഷെ ശാമപ്രിയ ഫൗണ്ടേഷൻ ഇവിടെയൊക്കെ കൈവച്ച് ഇങ്ങനെ അപ്ലൈ ചെയ്തിട്ട് എല്ലാവർക്കും ഈ ഒരു സാധനം ഇഷ്ടപ്പെട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാൻ നോക്കാം. എന്താണെന്ന് അറിയാൻ പറ്റില്ല, നല്ല സോഫ്റ്റാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല. ഡേർട്ടി സ്കിന്ന് ഇതിനും ഇത് തേക്കണം. ഡേർട്ടി സ്കിന്നൊക്കെ ഓടി പോകുന്നതായിരിക്കും. അഴുക്കൊക്കെ പോകും. സ്കിന്ന് ഡേർട്ടി ആണെങ്കിൽ നമുക്കിത് സുഖപ്പെടുന്നതാണ്. ഞാൻ കണ്ടിപ്പറ്റുന്നത് തൊട്ടിട്ട് വരാം. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്, അവിടെ വരും.
ഇവിടെ ഒന്നും തേക്കുന്നില്ല ഞാനത് ചെയ്തില്ല. ഒരു നാച്ചുറൽ, ഒരുപാട് സ്ഥലങ്ങളൊന്നും തേക്കുന്നില്ല, ഒരു നാച്ചുറൽ മേക്കപ്പാണ്. അല്ലേ ദിവസം ഞങ്ങളൊപ്പം കൺമഷി ചെയ്യാനിരിക്കുകയാണ്. ഒരു ബഡ്സ് തീപ്പെട്ടിക്കോല വെച്ച് നമുക്ക് ബഡ്സ് തീപ്പെട്ടിക്കോല ഇടയ്ക്ക് ബഡ്സ് വെച്ച്, പക്ഷേ അടിപൊളി ലുക്കാണ് കേട്ടോ. ബഡ്സ് വെച്ച് ചെയ്ത് നല്ല ലുക്കാണ്. അപ്പം നമുക്കിത് എവിടെ പോയി എഴുതിയിട്ട് വരാം. നമ്മളൊക്കെ പിന്നെ ഈ കൺവെൻഷനാണ് ഗൈ കാജലാണ്. അടിപൊളി കൺവെൻഷൻ, ഒരു കൂളിങ് നമുക്ക് കിട്ടും കണ്ണിലേക്ക്. രണ്ടും കൂടി കൂളിങ് ആണ്. ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പം എങ്ങനെയുണ്ട് കേസ് കടേ? അടിപൊളി കിട്ടുന്നുണ്ട് കേട്ടോ. കണ്ണിൻ്റെ മറ്റേ കണ്ണിൻ്റെ പുറത്തും രണ്ട് സ്റ്റിക്കർ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ പൊട്ടാൻ ഉപയോഗിക്കുന്നത് ശിങ്കാറാണ് കേട്ടോ. പ്രീമിയം വിത്ത് ആൾമണ്ട് ഉണ്ടെന്നാണ് ഇതൊക്കെ പറയുന്നത്. പൊട്ട് വച്ച് എല്ലാം ഞാൻ കണ്ണാൻ നോക്കി വീട്ടിൽ വേസ്റ്റ് ചെയ്യുന്നത്. ഒരു ലൈറ്റ് മേക്കപ്പാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ കൺമഷിയും ശിങ്കാറും പൗഡർ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ രണ്ടും ഇല്ലെങ്കിൽ വേണ്ട. അപ്പോൾ സൺ വെച്ചിട്ട് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ അതേ കൺമഷി ഉപയോഗിച്ച് ഞാൻ പിരികില്ല. ഇടയ്ക്കൊക്കെ ഞാൻ പിഴുക എഴുതേണ്ട സമയത്ത് ഞാൻ എഴുതില്ല. ഇപ്പോൾ വലുതായപ്പോൾ രസം വീട്ടിൽ എഴുതുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ എഴുതാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആഴ്ച ഒരു ദിവസം പറയാം. ഞാൻ എടുത്തിട്ടുള്ള ഭൂതത്തിൻ്റെ വീഡിയോസിൽ ഞാൻ കൺമഷി മറ്റേ പിരിക എഴുതിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു.
പിന്നെ ഞാൻ എഴുതിയിട്ടുള്ള വീഡിയോ ഞാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് നമ്മൾ ബഡ്സിൽ ഇതുപോലത്തെ ബഡ്സ് നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ പിരിക്കത്തി ഇവിടെ പൊറ്റി കഴിച്ചാൽ നമുക്ക് ഇത് നോക്കാം. എന്നിട്ട് ഇത്രേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ്. കുഞ്ഞുങ്ങളെക്കാട്ടും കഷ്ടമാണ്, കാരണം അത്രയ്ക്ക് ചെറിയ പിരിവാണുള്ളത്. അപ്പം ഇത്രേ ഉള്ളൂ നമ്മുടെ ഇതുപോലത്തെ വീഡിയോ എടുക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞാൽ മതി കേട്ടോ. കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ മേക്കപ്പ് ഇനിയും ചെയ്യണമെങ്കിൽ